മലയാളികൾക്കിടയിൽ പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ വർധനവ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതിൽ ഒന്നാമതായി എടുത്തു പറയാവുന്നത് ഉയർന്ന അളവിലുള്ള കാർബോഹൈഡ്രേറ്റ് ഭക്ഷണ രീതിയാണ്. രാവിലെ പുട്ട്, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് എണ്ണയിൽ വറുത്ത പലഹാരം, രാത്രി കഞ്ഞി അല്ലെങ്കിൽ ചപ്പാത്തി. ശരാശരി മലയാളിയുടെ ഭക്ഷണ രീതി ഏറെക്കുറെ ഈ രീതിയിലാണ്. കാർബോഹൈഡ്രേറ്റിന്റെ സാന്നിധ്യം ഉയർന്ന അളവിലുള്ള അരിഭക്ഷണവും ഗോതമ്പും കപ്പയുമെല്ലാം അളവിലധികം കഴിക്കുന്നത് പ്രമേഹത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴിയാണെന്ന് അറിയാത്തവരല്ല നമ്മൾ. എന്നാലും സമയാസമയത്ത് ഈ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മലയാളിക്ക് തൃപ്തിയാവില്ല. ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സിൽ ഉൾപ്പെടുന്ന ഭക്ഷണ പദാർത്ഥമാണ് വെളുത്ത അരി. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എളുപ്പത്തിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇനി രണ്ടാമതായി എടുത്തു പറയാവുന്നത് വെളിച്ചെണ്ണ ഉപയോഗമാണ്. വറുക്കാനായാലും വറവിടാനായാലും വെളിച്ചെണ്ണ വിട്ടൊരു ചിന്ത നമുക്കില്ല. വെളിച്ചെണ്ണ പലഹാരങ്ങളാണല്ലോ വൈകിട്ടത്തെ ചായയോടൊപ്പം പതിവ് സഹചാരി. പപ്പടത്തിനായാലും അച്ചാറിനായാലും വെളിച്ചെണ്ണ തന്നെ വേണം. ആരോഗ്യകരമായ നിരവധി ഗുണങ്ങൾ വെളിച്ചെണ്ണയ്ക്കുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിലെ പൂരിത കൊഴുപ്പിന്റെ അളവ് ശരീരഭാരം വർദ്ധിക്കുന്നതിനും ഇൻസുലിനെ പ്രതിരോധിക്കാനും കാരണമാകും. അതിനാൽ വെളിച്ചെണ്ണയുടെ അമിത ഉപയോഗം കുറച്ച് ഒലിവെണ്ണയോ സൂര്യകാന്തി എണ്ണയോ ആക്കുന്നതാണ് നല്ലത്. മൂന്നാമതായി എടുത്തു പറയാവുന്നത് മലയാളി ജോലി ചെയ്യുന്നത് ഇരുന്നാണ്. വിദേശത്ത് പോയാൽ മേലനങ്ങി പണിയെടുക്കുമെങ്കിലും നാട്ടിലുള്ളവർക്ക് ഇരുന്നുള്ള ജോലി തന്നെ വേണം. വിയർക്കുന്നതും അധ്വാനിക്കുന്നതുമായ ജോലിയൊക്കെ ബംഗാളിക്ക് നൽകി വൈറ്റ് കോളർ ജീവിത രീതിയിലേക്ക് മലയാളി മാറിയിട്ട് കുറച്ചു കാലമായി. ശരീരം അനങ്ങിയിട്ടില്ലെങ്കിൽ പ്രമേഹം ശരീരത്തിൽ കയറിക്കൂടും. ഇനി ശരീരം അനങ്ങാതെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ രാവിലെയും വൈകിട്ടുമൊക്കെ കുറച്ച് സമയമുണ്ടാക്കി നടക്കുകയോ ഓടുകയോ സൈക്കിൾ ചവിട്ടുകയോ ഒക്കെ ചെയ്തു നോക്കൂ. ഇനിയുള്ളത് എണ്ണ പലഹാരങ്ങളോടുള്ള മലയാളിയുടെ ആസക്തിയാണ്. വറുത്ത കായ, പഴംപൊരി, ഉണ്ണിയപ്പം, അങ്ങനെ നീളുന്നു മലയാളിയുടെ 4 മണി പലഹാരങ്ങളുടെ ലിസ്റ്റ്. നല്ല രുചിയുള്ള ഇത്തരം വറുത്തതും ഉപ്പ് കൂടുതലുള്ളതുമായ പലഹാരങ്ങൾ പ്രമേഹത്തിലേക്കുള്ള വഴി നേരത്തെ തന്നെ തുറന്നു തരുന്ന താക്കോലുകൾ കൂടിയാണ്. കലോറിയും പഞ്ചസാരയും അമിതമായ അളവിൽ ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനു മേലെയാണ് മലയാളിയുടെ മദ്യപാനവും പുകവലിശീലവും. മദ്യപാനം മലയാളിക്കൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മദ്യപിക്കാത്തവരെ കണ്ടാൽ മലയാളിക്ക് പുച്ഛമാണ്. ഈ അമിത മദ്യപാനം മലയാളികളുടെ സാമൂഹ്യ സംവിധാനത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. മരണമായാലും കല്യാണമായാലും എന്ത് അടിയന്തര ചടങ്ങായാലും മദ്യക്കുപ്പി വേണമെന്നത് നിർബന്ധമായിരിക്കുന്നു. രക്തത്തിലെ പ്രമേഹത്തിന്റെ നില താറുമാറാക്കുന്നതിൽ മദ്യത്തിന് ചെറുതല്ലാത്ത പങ്കുണ്ട്. പ്രമേഹത്തിന്റെ മരുന്നിനൊപ്പം മദ്യം കഴിക്കുന്നത് പ്രമേഹനില താഴുന്ന അവസ്ഥയിലേക്ക് നയിക്കും. സ്ഥിരമായ മദ്യപാനം ട്രൈഗ്ലിസറൈഡിന്റെ നിലയിൽ വ്യത്യാസമുണ്ടാക്കും. ഇവയെല്ലാം പ്രമേഹ രോഗത്തിലേക്കുള്ള കാരണങ്ങളാണ്. പുകവലിയും സമാനമായ അവസ്ഥ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മാനസിക സംഘർഷവും മാനസികാരോഗ്യക്കുറവും പ്രമേഹത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണെന്ന് പഠനങ്ങൾ പറയുന്നു. വിദ്യാഭ്യാസത്തിലെ ഉയർന്ന നേട്ടങ്ങൾ മലയാളികൾക്കുണ്ട്. എന്നാൽ തൊഴിൽ മേഖലയിലായാലും ജീവിതത്തിലായാലും മലയാളിക്ക് മത്സരങ്ങളും സമ്മർദ്ദവും ഏറെയാണ്. ഇത് സംഘർഷഭരിതമായ മാനസികാവസ്ഥയിലേക്ക് നയിക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് സമയത്ത് ഭക്ഷണം കഴിക്കുവാനും കൃത്യമായി ഉറങ്ങുവാനും സാധിക്കാതെ വരും. ഇതും പ്രമേഹത്തിലേക്ക് നയിക്കും. എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം വൈകിയുള്ള പ്രമേഹ നിർണയമാണ്. അറിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ടേ? അതുകൊണ്ട് പരിശോധന നടത്താൻ സൗകര്യമില്ല. മലയാളികളുടെ പൊതുവായ ചിന്താഗതിയാണിത്. എനിക്ക് പ്രമേഹം വരില്ല എന്ന അമിത ആത്മവിശ്വാസവും അഥവാ പ്രമേഹം വന്നാൽ മരുന്ന് കഴിക്കണമല്ലോ എന്ന ഭയവും ഒന്നുപോലെ നേരത്തെയുള്ള രോഗനിർണയത്തിന് വിഘാതമാകുന്ന കാരണങ്ങളാണ്. പ്രമേഹ പാരമ്പര്യമുള്ളവർ പോലും രോഗനിർണയ പരിശോധനകൾ നടത്താൻ മടിക്കുന്നു എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രമേഹത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം വരുത്തുക എന്നത് പ്രധാനമാണ്. ചോറുൾപ്പെടെ ഉയർന്ന കാർബോഹൈഡ്രേറ്റും സ്റ്റാർച്ചുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ അളവ് പരമാവധി കുറയ്ക്കുക. പകരം പച്ചക്കറികളും പ്രോട്ടീനും ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക. എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഉപ്പ് അടങ്ങിയതുമായ ഭക്ഷണം ഉപേക്ഷിക്കുക. പകരം പഴവർഗ്ഗങ്ങൾ, നട്ട്സ് തുടങ്ങിയവ കഴിക്കാം. ദിവസേന വ്യായാമം ചെയ്യുക എന്നത് പ്രധാനമാണ്. അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വ്യായാമം ശീലമാക്കുക. തൊഴിൽപരമായ സാഹചര്യം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തൊഴിലിടത്തിന് 1-2 സ്റ്റോപ്പ് മുൻപിലിറങ്ങി ഓഫീസിലേക്ക് നടക്കുക. തിരിച്ചു വരുമ്പോഴും ഈ രീതി ആവർത്തിക്കുക. അതുപോലെ മദ്യപാനശീലം കുറയ്ക്കുക. പുകവലി പൂർണ്ണമായും ഉപേക്ഷിക്കുക. മാനസിക സംഘർഷം കുറയ്ക്കാൻ നിങ്ങൾക്ക് മെഡിറ്റേഷൻ പരിശീലിക്കാവുന്നതാണ്. ഇതോടൊപ്പം സംഗീതം, ഇഷ്ടപ്പെട്ട ഹോബികൾ ചെയ്യൽ, സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ശക്തിപ്പെടുത്തുക, ഇതൊക്കെ പരീക്ഷിക്കാവുന്നതാണ്.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ ഇടവേളകളിൽ രോഗനിർണയ പരിശോധനകൾ നിർവഹിക്കുകയും അവയിലെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഡോക്ടറെ സന്ദർശിക്കുകയും വേണം. മരുന്ന് കഴിക്കുന്നവർ ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നിൻ്റെ അളവിൽ മാറ്റം വരുത്തരുത്. ഒരിക്കൽ എഴുതിയ മരുന്ന് ദീർഘകാലം അതുപോലെ കഴിക്കരുത്. ഇടയ്ക്ക് ഡോക്ടറെ സന്ദർശിച്ച് പരിശോധന നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. ഇത്തരം കാര്യങ്ങളിൽ മുൻകൂട്ടി ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ പ്രമേഹത്തെ നമുക്ക് തടഞ്ഞു നിർത്താവുന്നതേയുള്ളൂ.